بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين ما بعد പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ മരിച്ചാൽ ആ മരണപ്പെട്ടയാളുടെ പേരിൽ ഖുർആൻ പാരായണം ചെയ്യാമോ ഇല്ലയോ എന്ന് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും ഖുർആനിൻ്റെ ആശയത്തിലും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിവരിക്കുകയുണ്ടായി. മയ്യിത്തിനെ സന്ദർശിക്കുന്നവരും മരണാനന്തര പരിപാലനവുമായി ബന്ധപ്പെടുന്നവരും മയ്യിത്തിനു വേണ്ടി ഖുർആൻ പാരായണം ചെയ്യൽ സുന്നത്താണ് എന്ന് ഷാഫി മദ്ഹബിൻ്റെ കിതാബ് തുഹഫ 3-ാം വാള്യം 94-ാം പേജിൽ കാണാൻ കഴിയും. ശരീരത്തിൽ നിന്നും റൂഹ്, ആത്മാവ് അത് പിരിഞ്ഞു പോയാലും ആ റൂഹിൻ്റെ ആത്മാവിൻ്റെ ഗ്രഹിക്കാനുള്ള കഴിവ് അത് നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ജീവിച്ചിരിക്കുന്നവരെ പോലെ തന്നെ ഖുർആൻ പാരായണം കേൾക്കുകയും അതിൻ്റെ ബറക്കത്ത് കരസ്ഥമാക്കുകയും ചെയ്യും. ഇതുപോലെ ആത്മാവില്ലാത്ത, റൂഹില്ലാത്ത ഒരു മയ്യത്തിന് സലാം പറയാമെങ്കിൽ ഖബറാളികൾക്ക് സലാം പറയലുണ്ട്. ആത്മാവ് ആ മയ്യത്തിൽ നിന്നും പോയിരിക്കുകയാണ്. നാം സലാം പറയുമ്പോൾ അല്ലാഹു തആല സലാം മടക്കുകയാണല്ലോ, ആ ആത്മാവിനെ മടക്കുകയാണല്ലോ. അപ്പം മയ്യത്തിന് സലാം പറയാമെങ്കിൽ ആ സലാം പറയുമ്പോൾ മയ്യത്ത് സലാം മടക്കും. അപ്പോൾ അങ്ങനെ സലാം പറയാമെങ്കിൽ എന്തുകൊണ്ട് ഖുർആൻ ഓതാൻ പാടില്ല? എന്തുകൊണ്ടും ഖുർആൻ ഓതാം. ഇതും തുഹഫയിൽ 3-ാം വാള്യത്തിൽ കാണാൻ കഴിയും. അപ്പോൾ മയ്യത്തിൻ്റെ അടുക്കൽ ഖുർആൻ പാരായണം നടത്തുന്ന വിവരം ആത്മാവുമായുള്ള ബന്ധത്തിൽ മയ്യിത്ത് അറിയും എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിനെ, മയ്യിത്തിന് വേണ്ടിയുള്ള ഖുർആൻ പാരായണത്തിനെ പ്രോത്സാഹിപ്പിച്ചത്. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കുന്നത്, റൂഹ്, ആത്മാവ് അതിന് നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോയി എന്നത് അതിനുവേണ്ടി ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെയും അതുപോലെ പ്രാർത്ഥനകളുടെയും പ്രതിഫലം ലഭിക്കുന്നതിന് തടസ്സമല്ല എന്നത് ഇജ്മാ ആണ്. മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ, ഇമാമിങ്ങളുടെ ഐക്യകണ്ഠേനുള്ള അഭിപ്രായത്തിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവ് പോയാൽ അതിൻ്റെ സങ്കേതത്തിലേക്ക് മുഅ്മിനീങ്ങൾക്ക് നിശ്ചയിച്ച ആത്മാവ് പോകുന്ന സ്ഥലമുണ്ട്, സത്യനിഷേധികൾക്ക് നിശ്ചയിച്ച ആത്മാവ് പോകുന്ന സ്ഥലമുണ്ട്. ആ സങ്കേതത്തിലേക്ക്, ആ സ്ഥലത്തേക്ക് ആത്മാവ് പോയാലും ആ മയ്യത്തിനു വേണ്ടിയുള്ള ഖുർആൻ, മയ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും സദഖകളുടെയും പ്രതിഫലം ആ മയ്യത്തിന്, ആത്മാവിന് ലഭിക്കും എന്നുള്ളതാണ് നിയമം. അപ്പോൾ എന്നാൽ പരിശുദ്ധമായ ഖുർആൻ പാരായണവും ഇതുപോലെ തന്നെയാണ് എന്ന് ഫത്താവൽ കുബ്ര 2-ാം വാള്യത്തിൽ 27-ാം പേജിൽ കാണാം. മാത്രമല്ല, ഖുർആൻ പാരായണത്തിൻ്റെ സ്ഥലത്ത് ബറക്കത്തും റഹമത്തും വർഷിക്കുമെന്നും ആ ഖുർആൻ പാരായണത്തിൻ്റെ ശേഷമുള്ള, ഉദാഹരണമായിട്ടൊരു യാസീൻ ഓതി അതിന് ശേഷമുള്ള പ്രാർത്ഥന, ആ ഖുർആൻ പാരായണത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന കൂടുതൽ സ്വീകാര്യത ലഭിക്കും എന്ന് മഹാൻ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി തുഹഫ 6-ാം വാള്യത്തിൽ 158-ാം പേജിൽ കാണാൻ കഴിയും, 158-ാം പേജിൽ കാണാൻ കഴിയും. അപ്പോൾ ആ ബറക്കത്തും ആ റഹ്മത്തും മയ്യത്തിന് ലഭിക്കാൻ ഖുർആൻ പാരായണം ഒരു കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഖുർആൻ പാരായണത്തിന് ലഭിക്കുന്ന പ്രതിഫലവും അതിൻ്റെ പേരിൽ വർഷിക്കുന്ന ആ ബറക്കത്തും ജീവിച്ചിരിക്കുന്നവരെ പോലെ തന്നെ മയ്യത്തിനും ലഭിക്കും. ഇതും തുഹഫ 7-ാം വാള്യത്തിൽ 75-ാം പേജിലും ഇആനത്തു ത്വാലിബീൻ
മൂന്നാം ബള്ളത്തിൽ 223 പേജിലും കാണാൻ കഴിയും. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വയുഖറഉ മാ തയസ്സറ, എളുപ്പമായത് ഓതുക, വയദുഉ ലഹു, എന്നിട്ട് മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുക, അഖ്ബൽ ഖിറാഅത്തി, ഖുർആൻ പാരായണത്തിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുക, ബഅദ തവജ്ജുഹിഹി ലിൽ ഖിബ്ലത്തി, മയ്യിത്തിനെ ഖിബ്ലയിലേക്ക് ചരിച്ചു കിടത്തിയതിനു ശേഷം. മയ്യിത്തിനെ ഖിബ്ലയിലേക്ക് ചരിച്ചു കിടത്തിയതിനു ശേഷം ഖുർആൻ പാരായണം ചെയ്യുകയും എളുപ്പമായ സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് അതിനുശേഷം ദുആ ചെയ്യുകയും ചെയ്യണം. കാരണം ലിഅന്നഹു അഖിബഹ അർജാലിൽ ഇജാബത്തി, കാരണം ഈ ഖുർആൻ പാരായണത്തിന് ശേഷമുള്ള അതിൻ്റെ ഉടനെയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഏറ്റവും പ്രതീക്ഷാർഹമായ സമയമാണ്. പ്രതീക്ഷിക്കാൻ പറ്റുന്ന, ആഗ്രഹിക്കപ്പെടാൻ പറ്റുന്ന സമയമാണ് ഖുർആൻ പാരായണത്തിന് ശേഷമുള്ള പ്രാർത്ഥന. വയക്കൂനൽ മയ്യത്തു, മയ്യത്ത് അപ്പോൾ ആകും എങ്ങനെയൊക്കെ ഹാദിരിൻ തുർജാബി ലഹുർ റഹ്മത്തു വൽ ബറക്ക, റഹ്മത്തും ബറക്കത്തും പ്രതീക്ഷിക്കപ്പെടുന്ന, ആഗ്രഹിക്കപ്പെടുന്ന മരിക്കാത്തവരെ പോലെ തന്നെ ഈ മയ്യത്തും ആയിത്തീരും. അപ്പോൾ ആ ഖുർആന്റെ റഹ്മത്തും ബറക്കത്തും പ്രതീക്ഷിക്കപ്പെടുന്ന അവസ്ഥ മയ്യത്തിന് സംജാതമാകും. ബൽ തസ്ലു ലഹു അൽ ഖിറാഅത്തു ഹുന, മാത്രമല്ല തസ്ലു ലഹു, മയ്യത്തിന് എത്തും അൽ ഖിറാഅത്തു ഹുന, അവിടെ ഈ ഖിറാഅത്ത് എത്തും എന്ന് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തുഹഫ 3-ാം ബള്ളത്തിൽ 202-ാം പേജിൽ പറയുന്നു. ജീവിച്ചിരിക്കുന്നവരെ പോലെ തന്നെ ബർക്കത്തും റഹ്മത്തും പ്രതീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ മയ്യത്തിനും ലഭിക്കും എന്നാണ് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഖുർആൻ പാരായണം വഴി ലഭിക്കുന്ന ആ പ്രതിഫലവും ബറക്കത്തും മയ്യത്തിന് ലഭിക്കും. അതുകൊണ്ട് എല്ലാ കാലത്തും മുസ്ലിങ്ങൾ മരിച്ചവർക്കായി ഖുർആൻ ഓതുമായിരുന്നു. എല്ലാ കാലത്തും എന്തായി ബറക്കത്തും റഹ്മത്തൊക്കെ ലഭിക്കുന്നുണ്ട്. ഇന്നൽ മുസ്ലിമീന, തീർച്ചയായും മുസ്ലിമീങ്ങൾ, മാ സാലു ഫീ കുല്ലി മിസ്രിൻ വ അസ്രി, അവർ എല്ലാ കാലത്തും എല്ലാ നാടുകളിലും അവർ ആയിരുന്നു, യജ്തമിഊനായി ഒരുമിച്ച് കൂടുമായിരുന്നു. എല്ലാ കാലത്തും എല്ലാ നാട്ടിലും. വയഖറഊന, എന്നിട്ട് അവർ ഓതും, ലി മൗതാഹും, അവരിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി അവർ ഖുർആൻ പാരായണം ചെയ്യും. മിൻ ഗൈരി നക്കീരിൻ, ആക്ഷേപമില്ലാതെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. വക്കാന ദാലിക ഇജ്മാഅൻ, അത് ഇജ്മാ ആയിരുന്നു. ഇമാമിങ്ങളുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഒക്കെ ഐക്യകണ്ഠേനുള്ള അഭിപ്രായമായിരുന്നു. അങ്ങനെ എല്ലാവരും ചെയ്യുമായിരുന്നു. മിർഖാത്ത്, മിഷ്കാത്തിന്റെ ഷറഹ് മിർഖാത്ത് 2-ാം ബള്ളിൽ 382-ാം പേജിലും അതുപോലെ ഷറഹ് സുദൂർ 1-ാം ബള്ളിൽ 31-ാം പേജിലും കാണാം. മുൻകാലത്ത് എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെ അവർ ഒരുമിച്ച് കൂടുക, ഖുർആൻ പാരായണം ചെയ്യുക, അത് നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. താബിഈയായ ശഅബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, കാനത്തിൽ അൻസാർ തസ്തഹിബ്ബു അൻ യുഖ്റഅ ഇൻദൽ മയ്യിത്തി, അൻസാറുകളായ സഹാബാക്കൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറുകളായ സഹാബാക്കളെ സഹായിച്ച മദീന നിവാസികളായ സഹാബാക്കൾക്കാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. ഈ അൻസാരികളായ സഹാബക്കൾ തസ്തഹിബ്ബു, അവർ സുന്നത്തായി കണക്കാക്കിയിരുന്നു, മുസ്തഹബായി കണക്കാക്കിയിരുന്നു, അൻ യുഖ്റഅ ഇൻദൽ മയ്യിത്തി, മയ്യിത്തിന്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതിനെ എന്ന് അൻസാരികളായ സഹാബാക്കളുടെ പതിവാണ്. ഇബ്നു തൈമിയ്യ പറയുന്നത്, ഇബ്നു തൈമിയ്യ നൂതനവാദികൾ, പുത്തൻ പ്രസ്ഥാനക്കാർ തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ എന്താണ് പറയുന്നത്? ഇന്ന സവാബൽ ഇബാദാത്തിൽ ബദനിയ, തീർച്ചയായും ശാരീരികമായി ചെയ്യുന്ന ആരാധനകളുടെ പ്രതിഫലം, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകൾ, നിസ്കാരം, നോമ്പ്, ഇതുപോലെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളുടെ പ്രതിഫലം, അതായത് മിനസ്സലാത്തി വൽ ഖിറാഅത്ത്, നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, വഗൈറ ഇതല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊക്കെ യസ്ലു ഇലൽ മയ്യിത്തി, മയ്യിത്തിലേക്ക് എത്തിച്ചേരും. ഖുർആനും നിസ്കാരവും അതിൻ്റെയൊക്കെ പ്രതിഫലം മയ്യിത്തിലേക്ക് എത്തിച്ചേരും. വഹുവ സ്വവാബു, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. മയ്യിത്തിന് അതിൻ്റെ പ്രതിഫലം കിട്ടും, മയ്യിത്തിലേക്ക് എത്തിച്ചേരും. ലി അദില്ലത്തിൻ കസീറ, ധാരാളം തെളിവുകൾ ഉള്ളതിൻ്റെ പേരിൽ ഇബ്നു തൈമിയ്യ പറയുക. ഇബ്നു തൈമിയ്യയെ നൂതനാശയക്കാർ, പുത്തൻപ്രസ്ഥാനക്കാർ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ 2-ാം ബള്ളിൽ 262-ാം പേജിൽ കാണാൻ കഴിയും ഇബ്നു തൈമിയ്യ പറയുന്നതായിട്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? വയുസ്തഹബ്ബു അൻ യുഖ്റഅ ഇൻദഹു ശൈഉൻ മിനൽ ഖുർആൻ, മുസ്തഹബ്ബാണ്. മയ്യിത്തിന്റെ അടുക്കൽ ഖുർആനിൽ നിന്ന് അല്പം ഓതൽ മുസ്തഹബ്ബാണ്. വൈൻ ഖുത്മുൽ ഖുർആന,
ഖുർആൻ ഖത്മ തീർത്താലോ ഇൻദഹു മയ്യിത്തിനടുക്കൽ വെച്ച് കാന ഹസനൻ, അത് ഏറ്റവും നല്ലതാ. ഖുർആൻ മയ്യിത്തിനടുക്കൽ ഓതല്, വിശിഷ്യ ഖത്മ തീർക്കൽ, അത് ഏറ്റവും ഹസനാണ്, ഏറ്റവും നല്ലതാണ്. മജ്മൂ 5-ാം പള്ളി 294-ാം പേജിൽ കാണാം. ഇതേ അഭിപ്രായം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. യുസ്തഹബ്ബു ശറഹുൽ മുഹദ്ദിബിൽ പറയുന്നുണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി യുസ്തഹബ്ബു അൻ യുഖറഅ ഇൻദഹു ശൈഉൻ മിനൽ ഖുർആൻ, ഖുർആൻ നിന്ന് അല്പം മയ്യിത്തിനടുക്കൽ ഓതല് മുസ്തഹബ്ബാണ്, സുന്നത്താണ്. വൈൻ ഖുത്മുൽ ഖുർആൻ ഇൻദഹു കാന അഫ്ളല, മയ്യിത്തിനടുക്കൽ ഖുർആൻ ഖത്ം തീർത്താലോ അത് ഏറ്റവും ഉത്കൃഷ്ടമാണ്. മയ്യത്തിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഖബറിൻ്റെ അടുക്കൽ എവിടെയും ഇത് ഏറ്റവും അഫ്ളലാണ്. ഇത് ശറഹുൽ മുഹദ്ദിബ് 5-ാം പള്ളി 29-ാം പേജിൽ കാണാം. അപ്പോൾ ഇമാമിങ്ങൾ, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, ഷാഫി മദ്ഹബിൻ്റെ കിതാബുകളാണ് ഇപ്പോൾ പറഞ്ഞത്, ഹനഫി മദ്ഹബിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. അപ്പോൾ മദ്ഹബിൻ്റെ ഇമാമിങ്ങളും ഹദീസും അതുപോലെ തന്നെ ഇതിനെ വിമർശിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആയത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച ആയത്തിൻ്റെ ഉദ്ദേശവും എല്ലാം മയ്യത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്താൽ അത് ഫലം ചെയ്യും, അത് മയ്യത്തിന് പ്രയോജനം ചെയ്യുമെന്നാണ് റഹ്മാനുർ റഹീമായ തമ്പുരാൻ. സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം ആരുടെ മണ്ണിൻ്റെ ചുവട്ടിലുണ്ടോ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ആരെല്ലാം ബുദ്ധിമുട്ടുന്നവരുണ്ടോ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി മനസ്സും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.